രാജ്യത്ത് GST ഘടനയിൽ സമഗ്ര മാറ്റം വന്നിരിക്കുന്നു. നിരക്ക് പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനാണ് GST കൌൺസിലിൽ ധാരണയായിരിക്കുന്നത്. രാജ്യത്ത് 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. ഇനി മുതൽ GSTക്ക് 2 സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇനി മുതൽ 5% GST. 18-12% ഉണ്ടായിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും 5% നികുതിയിലേക്ക് മാറും. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. സാധാരണക്കാർക്കും യുവാക്കൾക്കും പ്രയോജനം ചെയ്യുന്ന പരിഷ്കാരമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. പുതിയ GST പരിഷ്കരണം ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ആദിൽ പാലോട്ട് നൽകും വിശദാംശങ്ങൾ. ആദിൽ പാലോട്ട്, പ്രധാനമന്ത്രി പറഞ്ഞത് ഈ യുവാക്കൾക്കും ഒപ്പം സാധാരണക്കാർക്കൊക്കെ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഈ മാറ്റം എന്നുള്ളത്. സമഗ്രമായ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? ഉറപ്പായും സമഗ്രമായ മാറ്റം തന്നെ GST കൗൺസിൽ അംഗീകാരം നൽകിയ പരിഷ്കരണങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നു. സാധാരണഗതിയിൽ 5%, 12%, 18%, 28%, അങ്ങനെ 4 നികുതി സ്ലാബുകളാണ് GSTയിലുള്ളത്. ഇതിൽ 2 നികുതി സ്ലാബുകൾ പൂർണ്ണമായും എടുത്തു കളയുന്നു. 12, 28 സ്ലാബുകൾ പൂർണ്ണമായും എടുത്തുകളഞ്ഞ് 5%-ന്റെയും 18%-ന്റെയും സ്ലാബുകളിലേക്ക് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ നികുതി എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിലാകും എന്നും കേന്ദ്ര ധനമന്ത്രി കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിരിക്കുന്നു. ഷാംപൂ, സൈക്കിൾ, സോപ്പുകൾ എന്നിവയ്ക്ക് 5%-ലേക്ക് മാറും. എല്ലാ അളവിലുള്ള TVകൾക്കും 18%-ലേക്ക് നികുതി കുറയും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം. പരിഷ്കരണം അനുസരിച്ച് സിമന്റിന്റെ 28% നികുതി എന്നത് 18%-ലേക്ക് 10% നികുതി സിമന്റിന് കുറയും. ഇതോടെ വീട് നിർമ്മാണത്തിന്റെ ചെലവ് കുറയുമെന്ന് ധനമന്ത്രി പറയുകയാണ്. ഓട്ടോ പാർട്സിന് 18%, ഓട്ടോറിക്ഷയ്ക്ക് 18%, ഇവയൊക്കെ 28% ആയിരുന്നതാണ്. ഇതൊക്കെ താഴേക്ക് വരുന്നു നികുതിയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന നികുതി പരിഷ്കാരമാണ്, GST സ്ലാബിലെ പരിഷ്കാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി തന്നെ എക്സിൽ കുറിച്ചിരിക്കുന്നു. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇൻഷുറൻസ്, വ്യക്തിഗതമായ ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസുകൾക്ക് ഇനി നികുതി നൽകേണ്ടതില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2 സ്ലാബുകളാണെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾക്കും ശീതള പാനീയങ്ങൾക്കും 40%-ന്റെ മറ്റൊരു സ്ലാബ് കൂടി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗുട്ക, പാൻ മസാല എല്ലാം 40%-ലേക്ക് വരും. ഏതായാലും സമഗ്രമായ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഈ പരിഷ്കാരത്തെ അംഗീകരിച്ചു എന്നാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയത്. ഈ നികുതിയിൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം, ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും അക്കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. വ്യക്തമാണ്. രാജ്യത്ത് GST ഘടനയിൽ സമഗ്രമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ആദിൽ പാലോട്ട് നൽകിയത്.